ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ചുവപ്പുവൽക്കരിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് മറുപടിയുമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പ്രാദേശിക മാധ്യമങ്ങളുടെ ഇന്നലത്തെ റിപ്പോർട്ട് നമ്മൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ പ്രതിപക്ഷ ജനപ്രതിനിധികളുടെ വാർത്ത നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ പുതിയ കെട്ടിടവുമായി ബന്ധപ്പെട്ട് അത് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്നും അതിൽ രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളതാണ് വാർത്ത കണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ 2024-25 സാമ്പത്തിക വർഷത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തോടു കൂടി അതിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചതാണ്. മാർച്ച് മാസത്തിൽ നമ്മൾക്ക് നികുതിയുടെയൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറുമ്പോൾ നമുക്കതിന് ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അന്നത് ചെയ്യാതെ നമ്മളിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു വർഷത്തിൽ ആദ്യം തന്നെ നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളെല്ലാം തന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് നമ്മൾ പോണതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെച്ചത്. കാരണം ജനപ്രതിനിധികൾ മാറിപ്പോവും, പക്ഷെ നമ്മുടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മഴയൊക്കെ പ്രളയം വന്നപ്പോൾ നമ്മുടെ ഓഫീസ് മുഴുവനും നാശനഷ്ടത്തിലായി. നിങ്ങളൊക്കെ അത് ചാനലിലൂടെ പുറം ലോകം മുഴുവൻ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടക്കം ഓഫീസിൻ്റെ താഴെ ഉണ്ടായിരുന്ന ഡ്രോയിലുള്ള എല്ലാ ഫയലുകളും നമ്മൾ വെച്ചിരുന്ന ഡയറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടർ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ അതും നമുക്ക് നാശനഷ്ടം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇത് വരരുത് എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 50 ലക്ഷത്തോളം രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചത്. നമ്മുടെ ആഡ്കോ എന്ന അവരാണത് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചത്. ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇത്രയും നാളായിട്ടും അതിനൊരു പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല. കളറടിച്ചു എന്ന്, ചുവപ്പ് കളർ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ചുവപ്പില്ല. അത് ഞങ്ങളുടെ എല്ലാം ഒരു കൂട്ടായ തീരുമാനത്തിലാണ് എടുത്തതാണ്. അത് വെച്ച് മുഴുവനുമല്ല, അവരത് കാണുകയും കണ്ടതിനനുസരിച്ച് അവരത് നമ്മളുടെ കഴിഞ്ഞ കമ്മിറ്റിയിൽ അത് പറയുകയും പറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുപോലും പിന്നീട് നമ്മളതിനൊരു എന്താ പറയുക, അതിലേക്ക് വീണ്ടും അതിനെ ഇതാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 മാസങ്ങൾക്ക് മുമ്പോ തീരുമാനിച്ച ഒരു പദ്ധതിയല്ല. 2024 ജൂലൈ അവസാന ദിവസങ്ങളിലെ പ്രളയം ഒരുപക്ഷെ ചേലക്കരയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുണ്ടായതും പഞ്ചായത്തിൽ തന്നെ വെള്ളം ഏകദേശം 8ഓളം വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, 20 വർഷങ്ങൾക്കോളം പഴക്കമുണ്ട്, അല്ലെങ്കിൽ 25 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇതിലെ ഓരോ ഫർണിച്ചറിനും. അന്നത്തെ മെറ്റീരിയലിനനുസരിച്ച് ഉള്ള ചെതൽ പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ വെള്ളം കൂടി കയറിയപ്പോൾ ഓരോ ഉദ്യോഗസ്ഥനും നേരാവണ്ണം ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത, ഈ നാട്ടിലെ സേവനങ്ങൾ യഥാസമയം സമാധാനത്തോടെ വൃത്തിയായി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം അവസാന കാലയളവിൽ വന്നിട്ടുള്ള റിവിഷനിൽ 50 ലക്ഷം രൂപ നമ്മൾ വെക്കാൻ തീരുമാനിച്ചത്. 50 ലക്ഷം രൂപ വെച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ തുടർ നടപടിയായി മുന്നോട്ട് പോകാൻ ചർച്ച ചെയ്ത് വിവിധ പഞ്ചായത്തുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നാളെ മുതൽ പൈസ വെച്ച് മറ്റന്ന് വർക്ക് തുടങ്ങുകയല്ല. അപ്പോൾ വർക്കിനെ പറ്റിയിട്ടല്ല, എനിക്കൊരു പ്രധാനമായും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അഴിമതി എന്നൊരു കാര്യം അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ കാലാകാലങ്ങളായി ഇത്രയും പതിറ്റാണ്ടുകളോളം ചേലക്കര പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ, തർക്കമൊന്നുമില്ല. അവർ ചെയ്യുമ്പോൾ, ഇവിടെ നിർമ്മാണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ കാലാകാലങ്ങളായി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ അംശം പറ്റിയിട്ടോ ശീലമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ദേഹത്ത് വെച്ച് കെട്ടാൻ നോക്കേണ്ട കാര്യമില്ല. ഈ ഭരണസമിതിയുടെ ദേഹത്ത് ഒരാളുടെയും ഒരു വിയർപ്പിന്റെ അംശം ഇല്ല എന്ന് അത്രയേറെ ഉറപ്പും അഭിമാനം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ചില കാര്യങ്ങൾ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രതിഷേധിക്കാറില്ല, അത് കുറവുണ്ടായിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും പ്രതികരിക്കുന്നില്ല ഈ ഭരണസമിതി എന്നതുകൊണ്ടാണ് വായിക്ക് തൊന്ന് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളോളം പറഞ്ഞുകൊണ്ട് പോയത്. അപ്പൊ അതവർ ഈ വിഷയത്തിലും അത് ശീലമാക്കി. അവരോട് പറയാനുള്ളത് വീണ്ടും ആവർത്തിക്കുന്നു,
അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിലാണ് ഞങ്ങൾ മത്സരിച്ച് ജയിച്ച് ഇവിടെ കയറിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു ശകരം ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല. ഒരാളുടെയും ഒരു ഉറുപ്പ്യ ഞങ്ങൾ പറ്റാത്തടത്തോളം കാലം ഈ വക അഴിമതി ആരോപണങ്ങളൊക്കെ ഒന്ന് ഇരുന്ന സ്ഥലത്തിരുന്ന മുൻകാലങ്ങളിലെ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ച ആളുകളെ പറ്റി പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത് പറഞ്ഞത് ചുവപ്പ്, അവരുടെ പ്രശ്നം അഴിമതിയാണോ അതോ മെറ്റീരിയൽ ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണോ പ്രശ്നം, അതോ ചുമപ്പാണോ അവരുടെ പ്രശ്നം? അതോ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിലൊരു വ്യക്തത വേണം. ഈ കേരളത്തിൽ ചുമപ്പ് എന്ന് പറയുന്ന കളർ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ആ ഓഫീസിൽ കയറി വീഡിയോ എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ടേബിൾ, അതിന്റെ ഉൾവശങ്ങൾ, അതിന്റെ റാക്ക്, ഈ ചേലക്കര പഞ്ചായത്തിലെ ഫയൽ സൂക്ഷിക്കാൻ പിറകുവശത്തുള്ള മുഴുവൻ റാക്കുകളും ടേബിൾ, മേശ എല്ലാം വൈറ്റ് ആണ്. ആ വൈറ്റിൽ എന്തെങ്കിലും ഒരു ബോർഡർ കൊടുക്കുമ്പോൾ എല്ലാ ഓഫീസുകളിലും വുഡാണ് സാധാരണ കാലങ്ങളിൽ ചെയ്തു വരുന്നത്. അതിലൊരു മാറ്റം എന്നാൽ ബോർഡർ മാത്രം നമ്മൾ ചുമപ്പ് കൊടുത്തിട്ടുള്ളൂ. അതിനെ പോലും എല്ലാവരും ഭരിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുടെ പേര് കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം. പ്രസിഡന്റ് അവിടെ സൂചിപ്പിച്ചതുപോലെ മെയ് മാസം ആദ്യം പണി തുടങ്ങി ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം നിൽക്കെ ഇത് ഒട്ടിക്കുന്നത് മുഴുവൻ കണ്ട് ഒട്ടിച്ച് കഴിഞ്ഞ് എല്ലാ പണിയും പൂർത്തീകരിക്കുമ്പോൾ വെറുതെ ഒരു ചുമപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസാക്കി എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ചു പേരൊക്കെ ചേലക്കര പഞ്ചായത്തിലുണ്ട് എന്ന് ചിലപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകരെങ്കിലും ബോധിപ്പിക്കാനാണെങ്കിൽ അത് തുടർന്നോട്ടെ. മറിച്ച് ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെ പറ്റി അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ട്. അത് കൃത്യമായി ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു വിഷയങ്ങളേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം കൂടി പറയാം. 20 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു. വെള്ളം കയറിയാലും ദ്രവിക്കാത്തതോ തുരുമ്പിക്കാത്തതോ അല്ലെങ്കിൽ നശിച്ചു പോകാത്തതോ ആയ മൾട്ടിവുഡ് WPC എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഓഫീസിൽ മുഴുവൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലൈവുഡ് അല്ല. ഫ്ലൈവുഡ് വെള്ളം കയറാത്ത ഉയരങ്ങളിൽ മാത്രമേ ഫ്ലൈവുഡ് ഉപയോഗിക്കാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളൂ. പിന്നെ സർക്കാർ അംഗീകൃത ആഡ്കോ ആണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. സർക്കാർ ഏജൻസിയാണ് പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ കണ്ണാടിയിൽ നോക്കി ഇരുന്ന് സമയം കളയുക എന്നതല്ലാണ്ട് കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷം ഇവിടെ ഭരിച്ചു. അതിന്റെ തുടർഭരണം ഇവിടെ ഉണ്ടായി. ഇനിയും ഒരു 5 വർഷം ഇടതുപക്ഷം ഇവിടെ ഭരിക്കും. അതിനെ കണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ട് ഈ പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും ഈ ജനങ്ങൾക്ക് മുൻപിൽ ഏൽക്കില്ലെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്.